ക്വാണ്ടം മെക്കാനിക്സിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉണ്ട്, അതുപോലെ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനും ഉണ്ട്. നമ്മളിന്ന് വേവ് മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫിസിക്കൽ പ്രോബ്ലംസിലുള്ള ഒരു ചെറിയ ആപ്ലിക്കേഷനാണ് പഠിക്കുന്നത്. ആ ടോപ്പിക്കിൻ്റെ നെയിമാണ് പാർട്ടിക്കിൾ ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സ്. ആസ് ദി നെയിം ഇൻഡിക്കേറ്റ്സ്, പാർട്ടിക്കിൾ ഒരൊറ്റ ഡയമെൻഷനിൽ മാത്രം മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സിനകത്താണ് ഇരിക്കുന്നത്. അതൊന്നുകിൽ എക്സ് ഡയറക്ഷൻ ആവാം, അല്ലെങ്കിൽ വൈ ഡയറക്ഷൻ ആവാം, അതും അല്ലെങ്കിൽ ഇസഡ് ഡയറക്ഷനിലാവാം. നമ്മളിവിടെ എക്സ് ഡയറക്ഷനിൽ മാത്രം മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഫിഗറിൽ 3 റീജിയൺ ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. റീജിയൻ 1, റീജിയൻ 2 ആൻഡ് റീജിയൻ 3. റീജിയൻ 2 ആണ് ഇൻസൈഡ് ദ ബോക്സ്. ഇൻസൈഡ് ദ ബോക്സിലാണ് പാർട്ടിക്കിൾ ഇരിക്കുന്നത് ആൻഡ് ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് എലോങ് എക്സ് ഡയറക്ഷൻ ഓൺലി. ആൻഡ് റീജിയൻ 1 ആൻഡ് 3 ആർ ഔട്ട്സൈഡ് ദ ബോക്സ്. ഓക്കെ, ഇവിടെ ഈ ബോക്സിൻ്റെ ബൗണ്ടറീസ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0യും എക്സ് ഈക്വൽ ടു എയും ആണ്. ഈ രണ്ട് പൊസിഷൻ്റെയും ഇടയിൽ മാത്രമാണ് ഈ ഒരു പാർട്ടിക്കിളിന് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ദാറ്റ് മീൻസ് എ എന്ന് പറയുന്ന പാർട്ടിക്കിൾ എക്സ് ഈക്വൽ ടു 0യും എക്സ് ഈക്വൽ ടു എയുടെയും ഇടയിലാണ് ഇരിക്കുന്നത്. ഇനി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ ഇൻസൈഡ് ദ ബോക്സ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി പാർട്ടിക്കിൾ വിൽ ബി 0. ദാറ്റ് മീൻസ് വി ഈക്വൽ ടു 0. ആൻഡ് ഔട്ട്സൈഡ് ദ ബോക്സ് ആണെങ്കിലോ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ദെൻ വി ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നാണ് നമ്മൾ കൊടുക്കുക. Okay, now consider a particle with mass m moving along x direction only. That means x equal to 0 and x equal to a. Here the potential energy V equal to 0 inside the box and V equal to infinity outside the box. As we know, Schrodinger equation for one dimension is d square xi by dx square plus 8 pi square m divided by h square into e minus v into psi equal to 0. Psi എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? Psi is the symbol of വേവ് ഫംഗ്ഷൻ. വേവ് ഫംഗ്ഷൻ ഓപ്പറേറ്ററിൻ്റെ സിമ്പിളാണ് സൈ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ സൈ ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിനെ എവിടെയെങ്കിലും കാണാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റിയെയാണ് സൈ അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് ബാക്കിയുള്ള ഡെറിവേഷൻസ് മുഴുവൻ ചെയ്യുന്നത്. ഈ ഒരു ഇക്വേഷനെ നമ്മൾ മെയിൻ ഇക്വേഷൻ 1 എന്ന് ഡിനോട്ട് ചെയ്യാണ്. ഓക്കെ, ലെറ്റ്സ് സീ. ഫസ്റ്റ് കേസ് ഔട്ട്സൈഡ് ദ ബോക്സ് ആണ്. ഔട്ട്സൈഡ് ദ ബോക്സ് എന്ന് പറയുമ്പോൾ റീജിയൻ 1ഉം റീജിയൻ 3യും ആണ് ഔട്ട്സൈഡ് ദ ബോക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് റീജിയൻ 2 ആണല്ലോ ഇൻസൈഡ് ദ ബോക്സ്. അപ്പോൾ ഇൻസൈഡ് ദ ബോക്സിൻ്റെ ബൗണ്ടറീസ് എക്സ് ഈക്വൽ ടു 0യും എക്സ് ഈക്വൽ ടു എയുമാണ്. അപ്പോൾ ലെഫ്റ്റ് ബൗണ്ടറി എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ റീജിയൻ 1 എക്സ് ലെസ് ദാൻ 0 ആയിരിക്കും, ഉറപ്പല്ലേ? ആൻഡ് റീജിയൻ 3 ആണെങ്കിലോ റീജിയൻ 2ൻ്റെ റൈറ്റ് ബൗണ്ടറി എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എ ആണ്. അപ്പോൾ റീജിയൻ 3 എന്ന് പറയുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ എ ആയിരിക്കും. ദാറ്റ് മച്ച്. ആൻഡ് സിൻസ് വി ഈക്വൽ ടു ഇൻഫിനിറ്റി, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊട്ടൻഷ്യൽ എനർജി ഔട്ട്സൈഡ് ദ ബോക്സ് ഈസ് ഇൻഫിനിറ്റി. ദാറ്റ് മീൻസ് വി ഈക്വൽ ടു ഇൻഫിനിറ്റി. ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ വി ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ഇക്വേഷൻ 1ൽ ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 8 പൈ സ്ക്വയർ എം ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു ഈ മൈനസ് വി എന്നുള്ളിടത്ത് ഇൻഫിനിറ്റി എന്ന് കൊടുക്കും. വിയുടെ വാല്യൂ ആയ ഇൻഫിനിറ്റി എന്ന് കൊടുക്കുന്നു. വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ഇൻറ്റു സൈ ഈക്വൽ ടു 0. ഇത് ഇക്വേഷൻ 2 ആണ്. ഈ ഒരു ഇക്വേഷൻ പോസിബിൾ ആവണമെങ്കിൽ സൈഡ് വാല്യൂ 0 ആവണം, എങ്കിലല്ലേ എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വൽ ആവുള്ളൂ. അപ്പോൾ സൈ സ്ക്വയറും 0 ആയിരിക്കും. സൈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ഔട്ട്സൈഡ് ദ ബോക്സ് എന്നാണ് അർത്ഥം, അല്ലേ? ദെൻ പുറത്ത് പാർട്ടിക്കിൾസ് ഒന്നുമില്ല,
സൈ സ്ക്വയർ ഈക്വൽ ടു 0 ആണെങ്കിൽ ബോക്സിൻ്റെ പുറത്ത് പാർട്ടിക്കിൾസ് ഒന്നും ഇല്ല എന്നാണ് നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഇനി രണ്ടാമത്തെ കേസ് ഇൻസൈഡ് ദ ബോക്സ്. ഇൻസൈഡ് ദ ബോക്സ് എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾ ബോക്സിനകത്താണ്, അതായത് റീജിയൻ 2. റീജിയൻ 2ലാണ് പാർട്ടിക്കിൾ ഇരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും എക്സിൻ്റെ വാല്യൂ രണ്ട് ബൗണ്ടറീസിൻ്റെ ഇടയിലായിരിക്കും. കാരണം പാർട്ടിക്കിളിന് ബോക്സിനകത്ത് നിന്നും പുറത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ദെൻ എക്സിൻ്റെ വാല്യൂ 0ൻ്റെയും എയുടെയും ഇടയിലായിരിക്കും. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഇൻസൈഡ് ദ ബോക്സ് ഇസ് 0 ആൻഡ് ഔട്ട്സൈഡ് ദ ബോക്സ് ഇസ് ഇൻഫിനിറ്റി എന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ വി ഈക്വൽ ടു 0. വി ഈക്വൽ ടു 0 എന്നുള്ള വാല്യൂ ഇക്വേഷൻ 1 അതായത് ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഡി സ്ക്വയർ സൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 8 പൈ സ്ക്വയർ എം ഇ ഡിവൈഡഡ് ബൈ 8 സ്ക്വയർ ഇൻറ്റു സൈ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഒന്നും ചെയ്തില്ല, ഇവിടെ 8 പൈ സ്ക്വയർ എം ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ഈക്വൽ ടു 0 എന്നതാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അവിടെ വിയുടെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇ മൈനസ് 0 എന്നാവും. ദാറ്റ് മീൻസ് ഇ. സോ 8 പൈ സ്ക്വയർ എം ഇ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു സൈ ഇസ് ഈക്വൽ ടു 0. ദിസ് ഈസ് ഇക്വേഷൻ 3. ആൻഡ് ഈ ഇക്വേഷനെ നമ്മൾ മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് സൈ ഇസ് ഈക്വൽ ടു എ സൈൻ 8 പൈ സ്ക്വയർ എം ഇ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഹോൾ റേസ് ടു 1/2 ഇൻറ്റു എക്സ് പ്ലസ് ബി കോസ് ഇൻറ്റു 8 പൈ സ്ക്വയർ എം ഇ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഹോൾ റേസ് ടു 1/2 ഇൻറ്റു എക്സ് എന്നതാണ് കിട്ടുന്നത്. വേർ എ ആൻഡ് ബി ആർ ആർബിട്രറി കോൺസ്റ്റൻസ്. ആർബിട്രറി കോൺസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ ഒരിക്കലും 0 വരില്ല. ഈ ഇക്വേഷനാണ് ഇക്വേഷൻ 4. ഈ പാർട്ടിക്കിള് ഈ കൺഫൈൻഡ് ബൗണ്ടറീസിൻ്റെ ഇടയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എങ്കിൽ, അതായത് ഇൻസൈഡ് ദ ബോക്സ് ആണെങ്കിൽ ഈ ഒരു വേവ് ഫംഗ്ഷൻ ബൗണ്ടറി കണ്ടീഷൻസ് കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ, അതായത് എബോ ഇക്വേഷൻ 4ൽ ഈ ഒരു ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാണ്. വാട്ട് ഈസ് ബൗണ്ടറി കണ്ടീഷൻസ്? ബൗണ്ടറിയിലിരിക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ ഒരു ബൗണ്ടറിയിൽ 0യും മറ്റ് രണ്ടാമത്തെ ബൗണ്ടറിയിൽ എക്സിൻ്റെ വാല്യൂ എ എന്നുമാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ഒരു കേസ്, എക്സിൻ്റെ വാല്യൂ എ രണ്ടാമത്തെ കേസ്, രണ്ട് ബൗണ്ടറിയിലെ കേസുകൾ. അപ്പോൾ സൈയുടെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് സൈ ഈസ് ഈക്വൽ ടു 0 അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്നതാണ്. അത് ഫസ്റ്റ് ബൗണ്ടറി. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 4ന് നമ്മൾ ഈ വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സൈയുടെയും എക്സിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 0 ഈസ് ഈക്വൽ ടു എ സൈൻ 0 പ്ലസ് ബി കോസ് 0 എന്ന് കിട്ടും. ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിനകത്ത് നമ്മൾ ഈ എക്സിൻ്റെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ എ സൈൻ കഴിഞ്ഞിട്ടുള്ള ആ പോർഷൻ ഫുള്ളായിട്ട് 0 ആയിട്ട് മാറും. പ്ലസ് ബി കോസ് ഇൻറ്റു വീണ്ടും എക്സിന് വാല്യൂ 0 കൊടുക്കുമ്പോൾ ആ ഒരു പോർഷൻ ഫുള്ളായിട്ടും 0 വരുന്നു. ദാറ്റ് മീൻസ് 0 സൈഡ് വാല്യൂ 0 ഈസ് ഈക്വൽ ടു എ സൈൻ 0 പ്ലസ് ബി കോസ് 0. സൈൻ 0 ഈസ് 0 ആൻഡ് കോസ് 0 ഈസ് 1. ദെൻ 0 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ 0, ബി ഇൻറ്റു 1 ബി, ബി ഈക്വൽ ടു 0. ബിയുടെ വാല്യൂ 0 ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഈ ബിയുടെ വാല്യൂ ഉണ്ടല്ലോ, ബി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ വാല്യൂ നമ്മൾ ഇക്വേഷൻ 4ൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. കാണുന്നില്ല, റെഡ് ഇങ്കിൽ കാണിച്ചിരിക്കുന്ന ഈ ഇക്വേഷൻ. അതിനകത്ത് ബിയുടെ വാല്യൂ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ടേം ഫുള്ളായി 0 ആയിട്ട് മാറുന്നു. പിന്നെ അവിടെ ബാക്കി ഉണ്ടാവുന്നത് സൈ ഈക്വൽ ടു എ സൈൻ 8 പൈ സ്ക്വയർ എം എ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇൻ ഓൾ റേസ് ടു 1/2 ഇൻറ്റു എക്സ്. ആ ഒരു ടേം മാത്രമേ ഇനി അവിടെ ബാക്കി ഉണ്ടാവുള്ളൂ. ആ ഇക്വേഷന് നമ്മൾ ഇക്വേഷൻ 5 എന്ന് കൊടുക്കുകയാണ്. ഇനി രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ ഇക്വേഷൻ 5ൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്താണ്? സൈ ഈക്വൽ ടു 0 അറ്റ് എക്സ് ഈക്വൽ ടു എ. രണ്ടാമത്തെ ബൗണ്ടറി എ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 5 റീഅറേഞ്ച് ചെയ്യുമ്പോൾ 0 ഈക്വൽ ടു സൈ ഈക്വൽ ടു 0 ആണ്. സോ 0 ഈക്വൽ ടു എ സൈൻ 8 പൈ സ്ക്വയർ എം ഇ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഹോൾ റേസ് ടു 1/2 ഇൻറ്റു എ. അതായത് എക്സിൻ്റെ വാല്യൂ എ എന്ന് കൊടുത്തു. അത്രയും ചെയ്തു. ഇനി ഇവിടെ 0 ഈക്വൽ ടു എ സൈൻ 8 പൈ സ്ക്വയർ എം ഇ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഓൾ റേസ് ടു 1/2 ഇൻറ്റു എ. ഇവിടെ ആർബിട്രറി കോൺസ്റ്റൻറ്റ് എ എന്ന് പറഞ്ഞ പാരാമീറ്റർ ഉണ്ട് അല്ലേ? ഈ പാരാമീറ്റർ ഒരിക്കലും 0 ആവില്ല. കാരണം അത് 0 ആയിക്കഴിഞ്ഞാൽ എക്സിൻ്റെ ഏത് വാല്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞാലും സൈയുടെ വാല്യൂ 0 ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഈ പാരാമീറ്റർ 0 ആവാൻ പാടില്ല.
അങ്ങനെ 0 ആവുകയാണെങ്കിൽ അതിനർത്ഥം ആ ബോക്സിനകത്ത് പാർട്ടിക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നതാണ്. So sin 8 pi square me divided by x square into all raised to 1 by 2 into a is equal to 0 എന്ന് പറയാം. കാരണം a എന്ന് പറഞ്ഞത് ഒരിക്കലും 0 ആവില്ല. അല്ലെങ്കിൽ 8 pi square me divided by x square whole raised to 1 by 2 into a is equal to n pi എന്ന് കൊടുക്കാം സൈനിൻ്റെ വാല്യൂ. അപ്പോൾ അത് ഇക്വേഷൻ 6 ആയിട്ട് എടുക്കുകയാണ്. n എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0, 1, 2, 3 എക്സെട്ര എന്നതായിരിക്കും എന്നിൻ്റെ വാല്യൂസ്. ഇനി ഇക്വേഷൻ 6 നിന്ന് നമുക്ക് ഇയുടെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ. ബാക്കിയുള്ള പാർട്സിനെയൊക്കെ നമ്മൾ RHSലോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇനെ മാത്രം LHSൽ നിർത്തി കഴിഞ്ഞാൽ ഇ ഈസ് ഈക്വൽ ടു n സ്ക്വയർ h സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 ma സ്ക്വയർ എന്ന് കിട്ടുന്നു. ഇതാണ് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ കാണുമ്പോൾ n is equal to a sin n pi by a into x എന്ന് കിട്ടുന്നു. ഈ n കിട്ടുന്നത് ഇക്വേഷൻ 5 ഉണ്ടല്ലോ, യുടെ വാല്യൂ a sin 8 pi square me divided by x square into all raised to 1 by 2 into a is equal to 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷനിൽ ഇക്വേഷൻ 6 അപ്ലൈ ചെയ്തതാണ്. എന്ന് വെച്ചാൽ ഈ 8 pi square me divided by x square whole raised to 1 by 2 into a എന്ന് പറഞ്ഞാൽ n pi ആണെന്നാണ് ഇക്വേഷൻ 6 പറയുന്നത്. ദെൻ ഈ വാല്യൂ n pi എന്ന് പറയുന്ന വാല്യൂ യുടെ വാല്യൂ ഇക്വേഷൻ 5 അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ n is equal to a sin n pi by a into x എന്ന് കിട്ടുന്നു. ഇനി നോർമലൈസേഷൻ കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് ഇക്വേഷൻ 8 എയുടെ വാല്യൂ, നമ്മുടെ കോൺസ്റ്റൻറ്റ് എയുടെ വാല്യൂ സൈയിൽ ഫിക്സ് ചെയ്യാണ്. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ 0 to a sin സ്ക്വയർ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1 and 0 to a sin n pi x by a whole square dx is equal to 1. യുടെ വാല്യൂ ഇക്വേഷൻ 8 സൈക്ക് കൊടുത്തു, അത്രയേ ഉള്ളൂ. അതിന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ a ഈക്വൽ ടു 2 by a all raised to 1 by 2 എന്ന് കിട്ടുന്നു. ദെൻ നമുക്ക് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതിന് വീണ്ടും നമ്മൾ എഴുതുമ്പോൾ എന്താ കിട്ടുക, ഇൻ്റഗ്രൽ 0 to a എയുടെ വാല്യൂ കൊടുക്കുമ്പോൾ 2 by a all raised to 1 by 2 sin n pi x by a whole square dx is equal to 1 എന്ന് കിട്ടും. അപ്പം നമ്മുടെ ഡെറിവേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ എനർജിക്കുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചു, വേവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചു, ആർബിട്രറി കോൺസ്റ്റൻറ്റ് എയുടെ വാല്യൂ ഒക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് അഡീഷണൽ ആയിട്ട് കുറച്ച് തിയറട്ടിക്കൽ ഡെഫിനീഷൻസ് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഏഗൺ വാല്യൂ ആൻഡ് ഏഗൺ ഫംഗ്ഷൻ. വാട്ട് ഈസ് ഏഗൺ വാല്യൂ ആൻഡ് ഏഗൺ ഫംഗ്ഷൻ? ഫ്രം ഇക്വേഷൻ 7 എന്ന് പറഞ്ഞാൽ എനർജീൻ്റെ ഇക്വേഷൻ ഇ ഈക്വൽ ടു n സ്ക്വയർ h സ്ക്വയർ ഡിവൈഡഡ് ബൈ ma എന്ന് പറയുന്ന ഇക്വേഷൻ, ma സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷന് നമുക്ക് കാണാൻ പറ്റും അതൊരു ആറ്റത്തിലെ അങ്ങനെയല്ല ma സ്ക്വയർ n സ്ക്വയർ h സ്ക്വയർ ഡിവൈഡഡ് ബൈ ma സ്ക്വയർ എന്നതാണ് എനർജീൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ എനർജിയെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു ഇലക്ട്രോണിക് എനർജി നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇ എന്ന് പറയുന്ന വാല്യൂ കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യാതെ ഒരു ഡിസ്ക്രീറ്റ് വാല്യൂവിൻ്റെ സീരീസ് ആയിട്ടാണ് അത് ഇൻക്രീസ് ചെയ്യുന്നത്. ഒരു n2 ടൈംസ് h സ്ക്വയർ ബൈ 8 ma സ്ക്വയറിൻ്റെ n2 ടൈംസ് ആയിട്ടാണ് അത് ma സ്ക്വയർ ഇയുടെ എക്സ്പ്രഷൻ n സ്ക്വയർ h സ്ക്വയർ ബൈ ma സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ആറ്റത്തിൻ്റെ ഇലക്ട്രോൺസിൻ്റെ എനർജി കണ്ടുപിടിക്കാൻ പറ്റും, ഇലക്ട്രോണിക് എനർജി കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഇലക്ട്രോണിക് എനർജി കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്കിതൊന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് വാരി ചെയ്യുന്ന ഒരു വാല്യൂ അല്ല എനർജിക്ക് കിട്ടുന്നത്. അതായത് ഓരോ എനർജി ലെവലിലും കണ്ടിന്യൂസ് ആയിട്ടല്ല അത് വാരി ചെയ്യുന്നത്, പകരം ഒരു n2 ടൈംസ് ആയിട്ടാണ് ആ ഒരു വാല്യൂ, ഡിസ്ക്രീറ്റ് വാല്യൂസ് ഒരു സീരീസ് ആയിട്ടാണ് അത് ഇൻക്രീസ് ചെയ്യുന്നത്. ഈ ഒരു ക്വാളിറ്റി കൊണ്ട് എനർജി ഈസ് ക്വാണ്ടൈസ്ഡ് ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ ഇത്തരം വാല്യൂ ഈയുടെ ഈ ഒരു വാല്യൂ ഒരു ഡിസ്ക്രീറ്റ് വാല്യൂ ഒരു സീരീസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ വാല്യൂസ് വേവ് ഫംഗ്ഷനെ ഒരു വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻ ആക്കുന്നു.
ഈയുടെ ഈ ഒരു വാല്യൂസ്, എനർജീൻ്റെ ഇത്തരം ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഈ ഒരു ഇൻക്രീസ് അല്ലെങ്കിൽ ഒരു വാല്യൂസ് സൈ എന്ന് പറയുന്ന ഒരു MA സ്ക്വയർ, ഈയുടെ എക്സ്പ്രഷൻ n²h² ഡിവൈഡഡ് ബൈ MA സ്ക്വയർ എന്നതാണ്. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണിൻ്റെ എനർജി കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ഇലക്ട്രോണിക് എനർജി. ഈ ഒരു ഇലക്ട്രോണിക് എനർജി കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഈ ഈയുടെ വാല്യൂ കണ്ടിന്യൂസ് ആയിട്ട് വാരി ചെയ്യാതെ n2 ടൈംസ് h²/8ma²ൻ്റെ n2 ടൈംസ് ആയിട്ടാണ്, അതൊരു സീരീസ് ആയിട്ടാണ് ആ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത്, ഡിസ്ക്രീറ്റ് വാല്യൂസ്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്, എനർജി ക്വാണ്ടൈസ്ഡ് ആണെന്ന് മനസ്സിലാക്കാം. ആൻഡ് ഈ വാല്യൂസ്, ഈ ഒറ്റ വാല്യൂസ് കാരണം, എനർജീൻ്റെ ഇത്തരം ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഈ വാല്യൂസ് കാരണം സൈ വേവ് ഫംഗ്ഷന് ഒരു വെൽ ബിഹേവ്ഡ് ഫംഗ്ഷനായിട്ട് ആക്ട് ചെയ്യുന്നു. ഇത്തരം അലോഡ് എനർജി വാല്യൂസിനെയാണ്, അലോഡ് ആയിട്ടുള്ള എനർജി വാല്യൂസിനെയാണ് ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഏഗൻ വാല്യൂസ് കറസ്പോണ്ട് ചെയ്യുന്ന വേവ് ഫംഗ്ഷനെയാണ് ഏഗൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ക്വാണ്ടം നമ്പർ. ക്വാണ്ടം നമ്പറിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് n എന്ന സിമ്പൽ യൂസ് ചെയ്തിട്ടാണ്. വേവ് ഫംഗ്ഷൻ്റെ ഇക്വേഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്മോൾ n കൂടെ ഉണ്ടായിരുന്നു അല്ലേ, അത് ക്വാണ്ടം നമ്പറാണ് കേട്ടോ. ഈ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സെറ്റ് ഓഫ് നമ്പേഴ്സ് യൂസ് ടു ഡിസ്ക്രൈബ് ദ പൊസിഷൻ ആൻഡ് എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം. അതായത് ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണിലുള്ള എനർജീനെയും പൊസിഷനെയും ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സിനെയാണ് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. മെയിൻലി 4 ടൈപ്പ് ക്വാണ്ടം നമ്പേഴ്സ് ആണുള്ളത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഈ എന്നിന് എപ്പോഴും പോസിറ്റീവ് ഇൻ്റഗ്രൽ വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ, 1, 2, 3 എക്സെട്ര അത്രേ വരുള്ളൂ. And it is denoted by n, small n. n can have positive integral values. പോസിറ്റീവ് ഇൻ്റഗ്രൽ വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ, 1, 2, 3, 4 എക്സെട്ര. അതുപോലെ ഒരിക്കലും 0 വരുന്നില്ല. 0 വരാതിരിക്കാനുള്ള കാരണം, എന്നിൻ്റെ വാല്യൂ 0 വന്നു കഴിഞ്ഞാൽ സൈ വേവ് ഫംഗ്ഷനും 0 ആയിട്ട് മാറും. സൈ 0 ആയി കഴിഞ്ഞാൽ സൈ സ്ക്വയർ ഓൾസോ 0. സൈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ എന്നാണ്, ഓർ പാർട്ടിക്കിൾ. ആ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ പോസിബിലിറ്റിയാണ് സൈ സ്ക്വയർ. സൈ സ്ക്വയർ 0 ആയിക്കഴിഞ്ഞാൽ അതിനകത്ത് പാർട്ടിക്കിളേ ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഒരിക്കലും എന്നിൻ്റെ വാല്യൂ 0 ആവില്ല. അതുപോലെ തന്നെ എന്നിൻ്റെ വാല്യൂ 0 ആയിക്കഴിഞ്ഞാൽ ഈ എനർജീൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു, n²h²/8ma². ഈയുടെ വാല്യൂ എന്നിൻ്റെ വാല്യൂ 0 ആയിക്കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ 0 വന്നു കഴിഞ്ഞാൽ ആ മൊത്തം പാർട്ടേ 0 ആയി, ആ ഇക്വേഷനേ 0 ആയി, എനർജി 0 ആയി. എനർജി 0 ആയിക്കഴിഞ്ഞാൽ ആ പാർട്ടിക്കിൾ ഇല്ല എന്നല്ലേ അർത്ഥം, പാർട്ടിക്കിൾ എനർജി ഇല്ല. സോ ക്വാണ്ടം നമ്പർ വിൽ ബി ഓൾവേസ് പോസിറ്റീവ് ഇൻ്റഗ്രൽ വാല്യൂസ്. The next topic is node or nodes. നോഡ്സ് എന്ന് പറയുമ്പോൾ വേവ് ഫംഗ്ഷന് 0 ആവുന്ന പോയിൻറ്റ്സിനെയാണ് നോഡ്സ് എന്ന് പറയുന്നത്. അതല്ല എങ്കിൽ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ 0 ആണെങ്കിൽ അത്തരം പോയിൻറ്റ്സിനെ നമുക്ക് നോഡ്സ് എന്ന് വിളിക്കാം. ഓക്കെ, വേവ് ഫംഗ്ഷൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈ ഈസ് ഈക്വൽ ടു 0. സൈ 0 എന്ന് പറഞ്ഞാൽ സൈ സ്ക്വയർ ഈസ് ഓൾസോ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ഈസ് 0. അത്തരം പോയിൻറ്റ്സ്, ആ ഒരു പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ 0 ആവുന്ന പോയിൻറ്റ്സിനെയാണ് നോഡ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഫിഗർ നോക്കിയാൽ അറിയാം, ഇവിടെ സൈ 1, സൈ 2, സൈ 3 അങ്ങനെ 3 എനർജി സ്റ്റേറ്റിലുള്ള വേവ് ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കേസിലാണെങ്കിൽ നോട്ട്സ് ഒന്നുമില്ല, കാരണം അവിടെ 0 ആവുന്നില്ല വേവ് ഫംഗ്ഷൻ. രണ്ടാമത്തെ കേസിലാണെങ്കിൽ ഒരു നെഗറ്റീവ് ഡീവിയേഷനും കാണിക്കുന്നുണ്ട്, അത് കാരണം അവിടെ ഒരു 0 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, വേവ് ഫംഗ്ഷൻ 0 ആവുന്നൊരു പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ വേവ് ഫംഗ്ഷനിലും. ഇനി റൈറ്റ് സൈഡിലാണെങ്കിൽ സൈ സ്ക്വയർ പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ് കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് കേസിൽ ഇതുപോലെ നോട്ട്സ് ഒന്നുമില്ല, രണ്ടാമത്തെ കേസിലാണെങ്കിൽ ഒരു നോഡ് കാണിക്കുന്നുണ്ട്, മൂന്നാമത്തെ കേസിൽ സൈ 3 സ്ക്വയർ ആണെങ്കിൽ അവിടെ 2 നോട്ട്സ് കാണിക്കുന്നുണ്ട്.
ദാറ്റ് മീൻസ് നോട്ട്സിൻ്റെ വാല്യൂവിൽ ഒരു ഡിസ്ക്രീറ്റ് ഇൻക്രീസിങ് കാണിക്കുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഇൻക്രീസിങ് കാണിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ n എന്ന് പറയുന്ന എനർജി ലെവലിൽ ഓരോന്ന് ഇൻക്രീസ് ചെയ്യും തോറും n-1 ഈക്വൽ ആയിട്ടാണ് നോട്ട്സ് ഇൻക്രീസ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ n=1 ആവുമ്പോൾ ദർ ഇസ് നോ നോട്ട്സ് അല്ലേ. ഫസ്റ്റ് കേസിൽ n=1 ആവുമ്പോൾ എനർജി ലെവൽ 1-ലാവുമ്പോൾ അവിടെ നോട്ട്സ് ഇല്ല. ദാറ്റ് മീൻസ് n എന്ന് പറയുന്നത് 1 1-1 n-1 1 = 0. ഓക്കെ, ഇനി രണ്ടാമത്തെ വേവ് ഫംഗ്ഷൻ എടുക്കുകയാണ്. ദാറ്റ് മീൻസ് എനർജി ലെവൽ 2 n = 2. അപ്പോൾ അവിടുത്തെ നോട്ട്സ് എത്രയാണ്? നോട്ട്സ് കാണാനുള്ള ഇക്വേഷൻ n-1. അപ്പോൾ n എന്ന് പറയുന്നത് 2 ആണ്. 2 - 1 = 1. ഇനി മൂന്നാമത്തെ കേസാണെങ്കിൽ n = 3 ആണ്. അപ്പോൾ നോട്ട്സ് കാണുമ്പോൾ n-1 = 3 - 1 = 2. അപ്പോൾ n-1 എന്ന രീതിയിലാണ് ഓരോ എന്നിലും നോട്ട്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കായിട്ട് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് മോഡലിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ കോൺജുഗേറ്റഡ് പോളീൻസിലുള്ള ആപ്ലിക്കേഷനാണ്. അതായത് ആൾട്ടർനേറ്റീവായിട്ട് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒക്കെ വരുന്ന സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഈ ഒരു പാർട്ടിക്കിളിൻ്റെ ബോക്സ് മോഡൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് 1,3-ബ്യൂട്ടാഡൈൻ. 1,3-ബ്യൂട്ടാഡൈൻ എന്ന് പറയുമ്പോൾ CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2 ആൾട്ടർനേറ്റീവായിട്ട് ഡബിൾ ബോണ്ട് വരുന്നുണ്ട് അല്ലേ. ഇവിടെ 1,3-ബ്യൂട്ടാഡൈന് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഒരു 4π ഇലക്ട്രോൺ സിസ്റ്റം ആണുള്ളത്. കോൺജുഗേറ്റഡ് 4π ഇലക്ട്രോൺ സിസ്റ്റം ആണുള്ളത്. ഈ ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ അവയ്ക്ക് ഡീലോക്കലൈസേഷൻ ഉണ്ടായിരിക്കും അല്ലേ. പൈ ഇലക്ട്രോൺസിന് ഡീലോക്കലൈസേഷൻ ഉണ്ടായിരിക്കും. Due to this delocalization of pi electrons, they can move freely. ഈ പൈ ഇലക്ട്രോൺസിന് ഡീലോക്കലൈസേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ അവയ്ക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇനി റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള എനർജി ഡയഗ്രാം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ n1 n2 n3 എന്ന് പറയുന്ന 3 എനർജി ലെവൽസ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്വേർഡ് പോകും തോറും എനർജി ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, n1-ലും n2-ലുമാണ് 2 പാർട്ടിക്കിൾസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ട്രാൻസിഷൻ ഈസ് ഫ്രം n2 to n3. സോ എനർജി ട്രാൻസിഷൻ നടക്കുന്നത് n2-ലും n3-ലും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പാർട്ടിക്കിളിനെ ബോക്സ് മോഡൽ യൂസ് ചെയ്തിട്ട് എനർജി ട്രാൻസ്മിഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എനർജി ട്രാൻസിഷൻ കണ്ടുപിടിക്കുന്നതിന് മുൻപേ അക്കോർഡിംഗ് ടു പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് മോഡൽ വാട്ട് വാസ് ദി expression for energy? En is equal to n² h² / 8ma². ഓക്കെ, ദെൻ ഇവിടെ നമ്മുടെ ട്രാൻസിഷൻ നടക്കുന്നത് E2 to E3 ആണ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ഇ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇ അല്ല, ഡെൽറ്റ ഇ ആണ്. 2 എനർജി സ്റ്റേറ്റുകൾക്ക് ഇടയിലുള്ള എനർജീൻ്റെ ട്രാൻസിഷനാണ് കണ്ടുപിടിക്കുന്നത്. സോ ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു h-nu is equal to E3 - E2. n3-ന്ന് n2-ലേക്ക് വരുമ്പോഴുള്ള n3-ന്ന് n2-ലേക്കുള്ള എനർജി ട്രാൻസ്മിഷൻ. ദാറ്റ് മീൻസ് E3 എന്ന് പറഞ്ഞാൽ n² എന്ന് പറയുമ്പം 3² അല്ലേ. 3² h² / 8ma² മൈനസ് E2 എന്ന് പറയുമ്പോൾ n2 ആണ്. 2² h² / 8ma². ആ ഇക്വേഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 9.615 × 10⁻⁻19 ജൂളാണ്. And then wavelength of the particle can also be calculated from this model. എങ്ങനെയാന്ന് വെച്ചാൽ as we know the equation nu അല്ലെ, ഫ്രീക്വൻസി nu is equal to c/λ എന്നുള്ള ഇക്വേഷനിൽ RHS-ലും LHS-ലും ഒരു h കൊടുക്കുന്നു, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കൊടുക്കുന്നു. ആൻഡ് h-nu is equal to ഡെൽറ്റ ഇ ആണ്. സോ ഡെൽറ്റ ഇയുടെ വാല്യൂ കൊടുക്കുന്നു. ദെൻ ലാംഡ is equal to hc/ഡെൽറ്റ ഇ. ഒന്ന് റീഅറേഞ്ച് ചെയ്തപ്പോൾ ലാംഡാൻ്റെ വാല്യൂ കിട്ടി. ഈ ഒരു ലാംഡാൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് HC പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. 6.626 × 10⁻34 എന്നതാണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്, ലൈറ്റിൻ്റെ സ്പീഡിനെയാണ് സി എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ എ കോൺസ്റ്റന്റ് 3 × 10⁸ m/s. ആൻഡ്
ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഇ. എനർജീൻ്റെ വാല്യൂ നമ്മൾ മുകളിൽ കണ്ടു കൊടുത്തിട്ടുണ്ട്. ഡെൽറ്റ ഇ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് 206.7 നാനോമീറ്റർ എന്നാണ് വേവ് ലെങ്ത് കിട്ടുന്നത്. അത് ആക്ച്വലി ഒബ്സർവ് ചെയ്ത 210 നാനോമീറ്ററുമായിട്ട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണെന്ന് നമുക്ക് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത എക്സാമ്പിളായിട്ട് പറയുന്നത് ഹെക്സാട്രൈൻ ആണ്. നേരത്തെ ബ്യൂട്ടാഡൈൻ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹെക്സാട്രൈൻ എന്ന് പറയുമ്പോൾ 3 ഡബിൾ ബോൺസ് ആൾട്ടർനേറ്റീവായിട്ട് വരുന്നു. ഹെക്സാട്രൈൻ ഒരു കോൺജുഗേറ്റഡ് 6 പൈ ഇലക്ട്രോൺ സിസ്റ്റമാണ്. ഈ പൈ ഇലക്ട്രോൺസിൻ്റെ ഡീലോക്കലൈസേഷൻ കാരണം ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ ഫ്രീഡം ഉണ്ടായിരിക്കും. ആൻഡ് അവ 3 എനർജി സ്റ്റേറ്റ്സിലായിട്ടാണ് ഈ എനർജി ട്രാൻസിഷൻ നടക്കുന്നത്. സോ എനർജി നമുക്ക് യൂസിങ് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് മോഡൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഹോമോ എന്ന് പറയുന്നത്, അതായത് ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മൊളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്നത് N3യും ലൂമോ എന്ന് പറയുന്നത് മീൻസ് ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്നത് N4 ആണെങ്കിൽ ഡെൽറ്റ ഇ, അതായത് എനർജി ട്രാൻസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് HNU = E4 - E3 ചെയ്താൽ മതി. ദാറ്റ് മീൻസ് 4² - 3² × h²/8ma². അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 7.922 × 10⁻⁻⁹ ജൂൾ ആണെന്ന് കിട്ടുന്നു. ഈ ഒരു ഡെൽറ്റ ഇ യൂസ് ചെയ്തിട്ട് നേരത്തെ അതേ കേസാണ്, അതേ കണ്ടീഷൻസ് യൂസ് ചെയ്യാണ് ഇവിടെ, അതേ ഇക്വേഷൻസുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേവ് ലെങ്ത്തും കണ്ടുപിടിക്കുകയാണ്. വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ HC / ഡെൽറ്റ ഇ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഡെൽറ്റ ഇയുടെ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 2.509 × 10⁻⁷ മീറ്റർ എന്ന വാല്യൂ കിട്ടും. ആൻഡ് അത് നമ്മൾ നാനോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 250.9 നാനോമീറ്റർ എന്ന് ആൻസർ കിട്ടുന്നു. അത് ആക്ച്വൽ വാല്യൂ ആയിട്ട് വളരെയധികം ക്ലോസ്ഡ് ആണ്. ആക്ച്വൽ വാല്യൂ 258 നാനോമീറ്റർ ആണ്. റൈറ്റ് സൈഡിലായിട്ട് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. N1, N2, N3, N4 അങ്ങനെ 4 എനർജി സ്റ്റേറ്റ്സ് ആണ് കാണിച്ചിട്ടുള്ളത്. പാർട്ടിക്കിൾസ് എക്സിസ്റ്റ് ചെയ്യുന്നത് N1, N2, N3 എന്ന് പറയുന്ന സ്റ്റേറ്റ്സിലാണ്. N1 ആണ് ഇവിടുത്തെ 0 point energy എന്ന് പറയുന്നത് N1 ആയിരിക്കും. ആൻഡ് ദ എനർജി ട്രാൻസിഷൻ ഇസ് ബിറ്റ്വീൻ N3 ആൻഡ് N4. N3ൻ്റെയും N4ൻ്റെയും ഇടയിലാണ് എനർജി ട്രാൻസിഷൻ നടക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പാർട്ടിക്കിളിൻ്റെ 1 ഡയമെൻഷണൽ ബോക്സിൽ പറയാനുള്ളത്. ഏറ്റവും ആദ്യം നമ്മൾ ഡെറിവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെറിവേഷനിലൂടെ വേവ് ഫംഗ്ഷൻ സൈക്കുള്ള വാല്യൂ കണ്ടുപിടിച്ചു ആൻഡ് എനർജിക്കുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. അതുപോലെ ആപ്ലിക്കേഷൻസ് പഠിച്ചു, കുറച്ച് ടേംസ് പഠിച്ചു. 0 point എനർജി, ക്വാണ്ടം നമ്പേഴ്സ് എന്തൊക്കെയാണ്, ഏഗൻ വാല്യൂ എന്താണ്, ഏഗൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, നോട്ട്സ് എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്ടിക്കിളിൻ്റെ 1 ഡയമെൻഷണൽ ബോക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.